മുനമ്പം വിഷയം ഉയർന്നു വന്നപ്പോൾ തക്ക സമയമെന്ന് കണ്ട് അതിനിടയിലൂടെ രാഷ്ട്രീയം വളർത്താൻ തുനിഞ്ഞിറങ്ങിയ ചിലരുണ്ട്. ചിലരല്ല, ഒരു കൂട്ടമുണ്ട്. കൂടെയുണ്ടെന്ന് വരുത്തി കൂട്ടിന് വന്നവർ എന്തിനാണ് ഇത്ര പൊതുസ്നേഹത്തോടെ വന്നതെന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടായിട്ടുണ്ട്. ദാ കേട്ടോളൂ. മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചവരെ തിരിച്ചറിയണമെന്ന് പറയുകയാണ് ലത്തീൻ സഭ. സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ജീവനാദത്തിന്റെ പുതിയ ലക്കം മുഖപ്രസംഗത്തിലാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്ന മുന്നറിയിപ്പ് സഭ നൽകുന്നത്. ഉറുദുവിൽ പ്രത്യാശ എന്ന അർത്ഥമുള്ള ഉമ്മീദ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് മുഖപ്രസംഗത്തിൽ ആമുഖമായി എഴുതിയിരിക്കുന്നത്. മതസ്വാതന്ത്ര്യം, നിയമത്തിന് മുന്നിൽ തുല്യത എന്നിങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള മൗലികാവകാശങ്ങൾക്കെതിരാണ് ഉമ്മീദ് നിയമം എന്നതിനാൽ അത് നടപ്പാക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് രാജ്യത്തെ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും മറ്റും സമർപ്പിച്ചിട്ടുള്ള ഹർജികളിൽ 9 എണ്ണം അടുത്തയാഴ്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും NDA സഖ്യകക്ഷികളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി മോദി 3-ാം ഊഴത്തിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന ചരിത്രപ്രധാനമായ നിയമപരിഷ്കാരം വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും മാത്രമല്ല നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറക്കുകയാണ്. മുനമ്പം നിവാസികൾക്ക് നീതി ലഭിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് KCBC അധ്യക്ഷൻ മാർ ബെസേലിയോസ് ക്ലിമിയസും CBSE അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തും വഖഫ് ഭേദഗതി ബിൽ പുനഃപരിശോധിക്കാൻ ചുമതലപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിക്ക് നിവേദനം അയച്ചിരുന്നു. 655 പേജുള്ള JPC റിപ്പോർട്ടിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കപ്പെട്ടിരുന്നില്ല. മുൻകാല പ്രാബല്യം ഇല്ലാത്തതാണ് 2025-ലെ വഖഫ് ഭേദഗതി നിയമമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും മന്ത്രി റിജുവും ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. മുനമ്പം പ്രശ്നത്തിന് പ്രതിവിധിയായി ബില്ലിൽ നിർദ്ദേശിക്കപ്പെടുന്ന വ്യവസ്ഥ ഏതാണെന്ന് മുനമ്പം പ്രദേശം ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് MP ഹൈബി ഈഡൻ ചർച്ചയ്ക്കിടെ എടുത്തു ചോദിക്കുന്നുണ്ട്. അമിത്ഷായോ റിജുവോ അതിന് മറുപടി പറഞ്ഞില്ല. ന്യൂനപക്ഷകാര്യ സഹമന്ത്രിയായ ജോർജ് കുര്യനെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായിരുന്നുവെന്നും വിമർശനമുണ്ട്. ഉമ്മീദിന്റെ ശരിയായ നീയത്ത് പിടികിട്ടാതെ ആശയക്കുഴപ്പത്തിലായവർ പലയിടത്തുമുണ്ട്. രാജ്യസഭയിൽ ബില്ലിനെ എതിർക്കണമെന്ന് ഒഡീഷയിൽ നിന്നുള്ള 7 ബിജു ജനതാദൾ MPമാർക്ക് പാർട്ടി അധ്യക്ഷൻ നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ വോട്ടെടുപ്പിന്റെ രാവിൽ പാർട്ടി വിപ്പിന് പകരം മനസാക്ഷി വോട്ട് എന്ന സന്ദേശം എവിടെ നിന്നോ വന്നു. BJD സഭാകക്ഷി നേതാവും പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖവുമായ കണ്ടമാലിൽ നിന്നുള്ള ക്രൈസ്തവ MP സസ്മിത് പത്ര ഉമ്മീദിന് അനുകൂലമായി വോട്ട് ചെയ്തു. CBSEയുടെ ആഹ്വാനം ചെവികൊണ്ടാണ് താൻ ബില്ലിനെ പിന്താങ്ങിയതെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട്. മുനമ്പത്ത് കുടിയിറക്ക ഭീഷണി നേരിടുന്ന 600-ലധികം കുടുംബങ്ങളിൽ 400-ഓളവും ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. മുനമ്പം നിവാസികളെ കുടിയിറക്കരുതെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഏത് നടപടിയെയും പിന്താങ്ങുമെന്നും മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഉമ്മീദ് നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട്. മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്തി വിദ്വേഷ പ്രചരണം കൊഴുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്ന് വിവേകമുള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കേരളത്തിന്റെ മലയോര കുടിയേറ്റ മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനായതുപോലെ തീരപ്രദേശവും വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ മുനമ്പം കളമൊരുങ്ങുമെന്ന ഉമ്മീദിൽ ഊറ്റം കൊള്ളുന്നവർ പുതുമടയിലെ ഈയാമ്പാറ്റകളെ പോലെ ഈ കടപ്പുറത്ത് തന്നെ അടിഞ്ഞുകൂടുന്നത് കാണാൻ എത്ര കാലം വേണമെന്നും ലേഖനം പരിഹസിക്കുന്നു. ഇതൊക്കെ ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. കേട്ട ബാധി കേൾക്കാത്ത ബാധി മുനമ്പം ജനതയെ മുൻനിർത്തി പറഞ്ഞു പറ്റിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരെ ഉദ്ദേശിച്ചാണാവോ?